അമ്മയെ ഇനി എന്ത് പറഞ്ഞാ സമ്മതിപ്പിക്കണ്ടേ? ആന്റിയുടെ സംസാരം കേട്ടിട്ട് ഈ ബന്ധം നടക്കുമെന്ന് തോന്നുന്നില്ലല്ലോ ഭാവന. അമ്മ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ സൂര്യ. പക്ഷെ നമുക്കങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. ഇനി ഒരു വഴിയേ ഉള്ളൂ, ആന്റിയോട് നടന്ന കാര്യങ്ങളൊക്കെ പറയുക. എങ്കിൽ പിന്നെ തീർന്നു സൂര്യ. അമ്മ ആദ്യം ചെയ്യാൻ പോകുന്നത് ഭാനുവിന്റെ പഠിപ്പ് നിർത്താൻ പറയും. അങ്ങനെ വന്നാ ഭാനു ചിലപ്പോ അമ്മയെ തള്ളി പറഞ്ഞെന്ന് വരും. ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇപ്പൊ താൻ എന്ത് ചെയ്യാൻ പോകുന്നു? അല്ലെങ്കിൽ ഈ ബന്ധം വേണ്ടാന്ന് വെക്കണം. അതെങ്ങനെ പറ്റും സൂര്യ? അവർക്കിടയിൽ സംഭവിച്ചത് എന്താന്ന് നമുക്കല്ലേ അറിയൂ. വെറുതെ ഓരോരോ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കണോ? തന്റെ മാമനും ആള് വാശിക്കാരന്. അതുകൊണ്ടല്ലേ ചേച്ചിയുമായിട്ട് വന്ന് സംസാരിക്കാൻ പറഞ്ഞത്. ശരിക്കും ന്യായം അതാണല്ലോ. രക്ഷിതാക്കൾ വേണം ആദ്യം പോയി സംസാരിക്കാൻ. എനിക്ക് തോന്നുന്നില്ല ആന്റിയുടെ ഇഷ്ടപ്രകാരം ഈ കല്യാണം നടക്കുമെന്ന്. നടക്കണം സൂര്യ, നടന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ഭാനുവിന്റെ ഭാവി ഉറപ്പായിട്ടും അവതാളത്തിലാവും. ജയേഷിപ്പോ നമ്മളോട് നിൽക്കുന്നത് തന്നെ വലിയൊരു കാര്യം. ആദ്യം അമ്മയുടെ മനസ്സൊന്ന് മാറണം. അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഇതൊക്കെ ദൈവത്തിന്റെ പരീക്ഷണങ്ങളാണ് ഭാവന. ഇല്ലെങ്കിൽ ഒരിക്കലും ഭാനുവും ജയേഷും തമ്മിൽ കണ്ടുമുട്ടില്ല. അവരൊരിക്കലും പരിചയപ്പെടുകയില്ല. വിധിയുടെ വിളയാട്ടം എന്നൊക്കെ പറയുന്നത് ഇതാണ് ഭാവന. തന്റെ വല്യച്ഛനെ കൊണ്ട് ആന്റിയോടൊന്ന് സംസാരിപ്പിച്ചാലോ? അത് വേണ്ട സൂര്യ. വല്യച്ഛനും അമ്മയ്ക്കൊപ്പം നിൽക്കൂ. അത്രയ്ക്ക് ദ്രോഹം മാമനൊക്കെ അമ്മയോട് കാണിച്ചിട്ടുള്ളത്. അമ്മയുടെ മനസ്സ് മാറിയാലേ ഇനി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്നാ പിന്നെ ഞാനൊന്ന് ആന്റിയോട് സംസാരിച്ചാലോ? എന്നാ പിന്നെ അത് മതി. സൂര്യ പറയുമ്പോ അമ്മയ്ക്ക് എതിരെ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാനൊന്ന് പറഞ്ഞു നോക്കാം. എങ്കിൽ ഇപ്പൊ തന്നെ പോ സൂര്യ. ആലോചിക്കാൻ സമയമില്ല. ഇനിയുള്ള ജീവിതമെങ്കിലും പരസ്പരം പിണക്കങ്ങളൊക്കെ മറന്ന് ജീവിക്കാൻ പറയാം.